ഒമാൻ്റെ പ്രവിശ്യകളിലൊന്നായ മുസണ്ടം, അവിടേക്ക് ഒരു യാത്ര. അപ്രതീക്ഷിതമായി കിട്ടിയൊരു ട്രിപ്പ്. ഏകദേശം 7 മണി കഴിഞ്ഞിരുന്നു ഷാർജ സഫാരി മാളിൽ നിന്നും ബസ് കയറാൻ. 4 പേരടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി അടക്കം 46 പേരുകൾ. എങ്കിലും കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു. ദുബായിലെത്താൻ 2.5 മണിക്കൂർ, പിന്നെ ഒരു അരമണിക്കൂർ പാസ്പോർട്ട് വെരിഫിക്കേഷനും. നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ബസ് ഇത്രമാത്രം മടുപ്പുണ്ടാക്കുമായിരുന്നില്ല. എന്നിരുന്നാലും ഷിപ്പ് കണ്ടപ്പോൾ എല്ലാ ക്ഷീണവും മാറിയട്ടോ. ആദ്യം ഷിപ്പിൻ്റെ താഴെ ഭാഗമെല്ലാം ഒന്ന് നോക്കി. ഇത് ബനാന റൈഡിലുള്ള ബോട്ടാണ്. മുകളിൽ നല്ല വ്യൂ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ മുകളിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. നല്ല മനോഹരമായ പ്രദേശം. അതിനിടയിൽ ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ്, കോഫി, ടീ, പിന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സമയം പുറം കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി നിന്നു. നല്ല രസമുള്ള കാഴ്ചകൾ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതിനിടയിൽ സ്വിമ്മിങ്ങിന് റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നു. വെള്ളത്തിലിറങ്ങിയതും കുട്ടികൾ പിന്നെ ഷിപ്പിനോട് അടുക്കുന്നില്ല. കളിയോ കളി. കയാക്കിൻ്റെ ദൈർഘ്യം കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് ബനാന ബോട്ട് റൈഡ് മിസ്സായി. പരാതിപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്കവർ സ്പീഡ് ബോട്ട് 2 തവണ ട്രൈ ചെയ്യാൻ അവസരം തന്നു. സ്പീഡ് ബോട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സ്പീഡ് ബോട്ടിൽ വന്ന് ഞങ്ങളൊരു ബീച്ച് സൈഡിൽ ഇറക്കി. ഇവിടെ കുറച്ച് കുളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഷിപ്പിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ ഉച്ച സമയത്തൊരു വ്യൂ, അത് മനസ്സിന് നല്ലൊരു കുളിർമയേകി. സീനിയറിൽ ഞങ്ങൾക്ക് മിസ്സായ ബനാന ബോട്ടും പോകുന്നു. ഇത് മുസണ്ടം കേവ്, വെള്ള നിറത്തിലുള്ള ഗുഹ, വീതി കൂടിയ ഒരു തുറന്ന ഭാഗം. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വീതി കുറഞ്ഞ, കുറച്ചുള്ളോട് കൂടിയ ഒരു തുറന്ന ഭാഗവും കാണാൻ കഴിഞ്ഞു. ഫിഷൊന്നും കിട്ടിയില്ലെങ്കിലും ഫിഷിങ്ങും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 150 ദിറംസിൻ്റെ പാക്കേജ് ആയിരുന്നു. കുട്ടികൾക്ക് 120 ദിറം. ടൂർ പ്ലാൻ പ്രകാരം ബനാന ബോട്ട് റൈഡ് ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ വിഭവസമൃദ്ധമായൊരു ലഞ്ചും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.